Hello dear students, welcome to Alibros EduSoft YouTube channel. Today's session is exclusively for the upcoming doctors and engineers. Yeah, you guessed it right. This is our 10 most important MCQ section of chemistry for our various entrance examinations. Let's get started. So dear students, കഴിഞ്ഞ ക്ലാസ്സിലത്തെ പോലെ കഴിഞ്ഞ സെഷനിലത്തെ പോലെ തന്നെ പുതിയ 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ബിഫോർ മൂവിങ് ടു അവർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ എൻട്രൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് കെമിസ്ട്രിയെ പറ്റി ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. കെമിസ്ട്രി എപ്പോഴും നമ്മൾ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. സോ കെമിസ്ട്രി എപ്പോഴും നമ്മൾ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഈ 3 പാർട്ടിൽ നിന്നും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു ആവറേജ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് യൂഷ്വലി ഒരു 14 ക്വസ്റ്റ്യൻസ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ്, ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്. ഇത് ചില സമയത്തൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുള്ള ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഫിസിക്കൽ കെമിസ്ട്രി ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓർഗാനിക് കെമിസ്ട്രി എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒന്നും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓൾമോസ്റ്റ് നിങ്ങളുടെ പഠിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ട സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമിൻ്റെ ആ ഒരു 3-4 ഡേയ്സ് മുന്നേ വരെ നിങ്ങൾ ത്രൂ ഔട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അത് നമ്മളുടെ എഫിഷ്യൻസി, ടൈം എഫിഷ്യൻസി, ഫണ്ടമെന്റൽസ് തറവാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സഹായിക്കും. സോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാം. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സൊല്യൂഷൻസ് ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട, കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇതൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ഒരുപാട് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ദെൻ ഹൈഡ്രോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഇത്രയും ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി. ലാസ്റ്റ് ഇയറിൽ അതായത് 2019 നീറ്റിൽ കോർഡിനേഷൻ കെമിസ്ട്രി ഒന്ന് ബാക്കിലേക്ക് പോയ ഒരു ഒരു ടോപ്പിക്, ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇത്തവണത്തെ നീറ്റിൽ എന്തായാലും കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് നല്ല കിടിലം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഗൈസ്, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. കോർഡിനേഷൻ കെമിസ്ട്രി, കെമിക്കൽ ഇക്വിലിബ്രിയം, പി ബ്ലോക്ക് എലമെന്റ്സ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, റെഡോക്സ് റിയാക്ഷൻസ്. റെഡോക്സ് റിയാക്ഷൻസിൽ നിന്നും കൂടുതലും ബേസിക് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. NT ആണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. സോ NCERT സിലബസിൽ നിന്നും പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. സോ +1 +2 നന്നായിട്ട് പഠിച്ച ആർക്കും ഈസി ആയിട്ട് കെമിസ്ട്രി 130 എബോവ് മാർക്ക് സ്കോർ ചെയ്യാം, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ സ്റ്റുഡൻസ്, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും പഠിക്കാനല്ല പറഞ്ഞത്. ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ടൈം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുക. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് enzymes that utilize ATP in phosphate transfer require an alkaline earth metal M as the cofactor. M is, so ATP യൂട്ടിലൈസ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് ട്രാൻസ്ഫറിൽ ATP യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് NCERT സിലബസിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ S ബ്ലോക്കിൻ്റെയും ബയോമോളിക്യൂൾ ചാപ്റ്ററിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണിത്. വളരെ വൃത്തിയായിട്ട് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ദാറ്റ് നമുക്ക് വേണ്ടുന്ന എലമെന്റ് ഇവിടുത്തെ M എന്ന് പറയുന്നത് ഓപ്ഷൻ B മഗ്നീഷ്യമാണ്. ഇത് NCERTയിൽ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. our answer is option B. So next question is, considering a Lingam diagram, which of the following metals can be used to reduce alumina? Alumina reduce ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോളോവിങ്ങിൽ ഏത് എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മഗ്നീഷ്യം.
ഐ വിൽ ടെൽ യു വൈ. നമ്മൾ എല്ലിംഗർ ഡയഗ്രാം എടുക്കുമ്പോൾ എല്ലിംഗർ ഡയഗ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലിംഗർ ഡയഗ്രത്തിൽ മുകളിൽ വരുന്ന ആൾക്കാരെ താഴെ വരുന്നവർ റെഡ്യൂസ് ചെയ്യും. അതൊരു സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റിലേഷനാണ് ഞാൻ പറയുന്നത്. മുകളിൽ വരുന്നവരെ താഴെ വരുന്നവർ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്ത് വിടും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അലൂമിനയാണ്. എല്ലിംഗർ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിയാൽ അലൂമിന ഇവിടെയാണ് കിടക്കുന്നത് ഓൾമോസ്റ്റ്. എല്ലിംഗർ ഡയഗ്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്ത് ഡൗട്ട് ഉള്ളവർക്ക് നോക്കാവുന്നതാണ്. ഈ കിടക്കുന്നത് നമ്മുടെ അലൂമിനയാണ്. അതിന് തൊട്ട് താഴെ വരുന്ന എലമെന്റ് Mg ആണ്. മഗ്നീഷ്യം അതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു എല്ലിംഗർ ഡയഗ്രത്തിൽ താഴെ വരുന്നവർ മുകളിൽ വരുന്നവരെ റെഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. പ്രീവിയസ് സ്ലൈഡിൽ so the answer is option C, magnesium. Next question is, which of the following compounds can form a zwitter ion? വളരെ important, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. zwitter ion എന്താ? വാട്ട് ഈസ് zwitter ion? zwitter ion എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എങ്കിലും വരുന്നത്. അതിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സൈൻ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ചാർജ് നെഗറ്റീവും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ആ മോളിക്യൂളിന്റെ ആ അയോണിന്റെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനത്തെ ഉള്ള അയോണിനെയാണ് നമ്മൾ zwitter ion എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. CH COOH NH2 CH2 CH3. ഇതാണ് നമ്മളുടെ ഗ്ലൈസിൻ. ഗ്ലൈസിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ഹൈഡ്രജനെ റിലീസ് ചെയ്യും. എന്നിട്ട് O- ആയിട്ടാണ് നിൽക്കുന്നത്. O- അയോൺ ഫോം ചെയ്യും. സോ ഇവിടുന്ന് റിലീസായ ഈ ഹൈഡ്രജൻ, അതായത് നമ്മുടെ ഓക്സിജൻ റിലീസ് ചെയ്ത് കളഞ്ഞ ഹൈഡ്രജൻ സിമ്പിളായിട്ട് ഈ NH2 വന്ന് കമ്പൈൻ ചെയ്യും. ഇവിടെ നൈട്രജൻ്റെ ലോൺ പെയർ ഉണ്ട്, അവിടേക്ക് വന്ന് കമ്പൈൻ ചെയ്യും. അതായത് ഇത് NH3+ ആവും. ഇവിടുന്ന് റിലീസായ ഹൈഡ്രജൻ ഈ NH2 വന്ന് കമ്പൈൻ ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന അയോൺ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന അയോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിയാൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെ? COO ഗ്രൂപ്പ് ഉണ്ട്, NH3 ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ zwitter ion ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നെക്സ്റ്റ് കണ്ടീഷൻ ഒന്ന് -സൈൻ ആയിരിക്കണം, ഒന്നിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കണം. സോ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ഗ്ലൈസീൻ ആയിരിക്കും. കാരണം ഗ്ലൈസീന് ഈസി ആയിട്ട് zwitter ion ഫോം ചെയ്യാൻ പറ്റും. അതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഏത് കോമ്പൗണ്ടിനാണ് zwitter ion ഫോം ചെയ്യാൻ പറ്റുന്നത്? Hope it is clear for you. Now our fourth question is the geometry and magnetic behavior of the complex NiCO4. നിക്കൽ ടെട്രാകാർബണേറ്റിന്റെ ജിയോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയറും. ഈ 10 ക്വസ്റ്റ്യൻസിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത്തവണ എക്സ്പെക്ട് ചെയ്യാം. നല്ല നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ അത്രയൊന്നും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് കൂടി അത്രയൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല. സോ ഇവിടെ നിക്കൽ ടെട്രാകാർബണേറ്റിൽ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ജോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയറും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനാദ്യം നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 28 ആണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ AR വരെ നമ്മളുടെ 18 കംപ്ലീറ്റ് ആയി. 3D8 4s2 ഇതാണ് നമ്മൾക്ക് നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് അറിയാൻ നമ്മളുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് CO ആണ്. CO ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ CO വരുമ്പോൾ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും,
അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആവും. സോ 3Dയിലെ 8ലേക്ക് 4s പെയർഡ് ആയിട്ടുള്ള ഈ 2 ഇലക്ട്രോൺസിന് CO പുഷ് ചെയ്ത് 3D10 ആവും. പെയറിംഗ് നടന്ന് 3D10 ആവും. സോ CO സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് പെയറിംഗ് നടന്ന് നമ്മുടെ കയ്യിൽ ഫൈനലി ഉള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D10 ആണ്. സോ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവുന്നത് നോർമലി +2 ആണ്. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവുന്നത് നമ്മുടെ ലിഗാൻഡ് തിയറിയുടെ ഒക്കെ ബേസിസിലാണ്. ലിഗാൻഡ് തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ലിഗാൻഡ് തിയറിയുടെ ബേസിസിൽ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഇലക്ട്രോൺ പുഷിംഗ് നടന്ന് പെയറിംഗ് നടന്ന് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആവും. സോ നമ്മൾ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മളുടെ കയ്യിലുള്ളത് 3D10 4s ആണ്. 3D10 4s 0 കോൺഫിഗറേഷനിലാണ് നമ്മുടെ നിക്കൽ ഇരിക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ വേക്കൻ്റ് ആയിട്ട് 4s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ കയ്യിൽ ജോയിൻ ചെയ്യാനായിട്ട് 4 ലിഗാൻസ് റെഡി ആയതുണ്ട്. സോ നമ്മളുടെ കയ്യിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. നമുക്ക് 3 ഓർബിറ്റൽ കൂടി വേണം. സോ നമ്മൾ 4pയിലെ 3 ഓർബിറ്റൽ കൂടി നമ്മൾ എടുക്കും. സോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു s ഓർബിറ്റൽ ഉണ്ട്, 3 p ഓർബിറ്റൽസ് ഉണ്ട്. സോ നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ, അത് ടെട്രാഹിഡ്രൽ ആണ്. സോ നമ്മളുടെ സ്ട്രക്ചർ ടെട്രാഹിഡ്രൽ ആണ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ആകെ 2 ഓപ്ഷനിലെ ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ പോസിബിൾ ആയിട്ടുണ്ട്. സോ നമ്മളുടെ ആൻസർ ഒന്നുകിൽ A അല്ലെങ്കിൽ D. Isn't it? ഇനി മാഗ്നറ്റിക് ബിഹേവിയർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്ട്രോങ് ലിഗാൻഡ് വന്നു, ഇലക്ട്രോണിനെ പുഷ് ചെയ്തു, പെയർ ചെയ്തു. ഇലക്ട്രോണിനെ പെയർ ചെയ്തത് കൊണ്ട് എല്ലാ ഇലക്ട്രോൺസും പെയർഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. സോ നമ്മളുടേത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മളുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ നമ്മളുടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടെട്രാഹിഡ്രൽ ആൻഡ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലീസ് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. So നമ്മുടെ 5th question, which of the following compounds contain amide functional group? Amide functional group നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതിലാണ് amide functional group ഉള്ളത്? അതിനാദ്യം amide functional group എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ? amide functional group means RCONH2 ആണ്. So amide group RCONH2 ആണ്. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. നമ്മുടെ ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് RCONH2 ഗ്രൂപ്പ് ഉള്ളത് എന്ന് നോക്കാം. ക്ലിയർ ആണ്. ഇവിടെ C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ NH2 ഉണ്ട്. ആ കാർബണിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ബി ആണ് നമ്മളുടെ ആൻസർ. വേറെ ഒന്നുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ഇവിടെ ഒരു NH2 ഉണ്ട്, പക്ഷെ ഇതൊരു ആസിഡ് ഗ്രൂപ്പ് ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ റിവൈസ് ചെയ്ത സെയിം സാധനമാണ് ഇത്. ഏതാണ്? ഗ്ലൈസീൻ ആണിത്. ഇതുമായിട്ട് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. അമൈഡ് ഗ്രൂപ്പ് ഏതാണെന്ന് തറവായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് അമൈഡ് ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ അമൈഡ് ഗ്രൂപ്പ് RCONH2. ഇത് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. സോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വളരെ നല്ല 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഈ സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. തറവായിട്ട് വേറെയും ഈ ടൈപ്പോ ഈ ട്രെൻഡിലുള്ളതോ ഈ ചാപ്റ്ററിലുള്ളതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തത്. എല്ലാവരും ഇതുപോലത്തെ ടൈപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ വരുന്ന വേറെ പ്രോബ്ലംസ് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പ്രോബ്ലംസ് റിവൈസ് ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്ത സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ സ്റ്റുഡൻസ്. വെൽക്കം ടു Alibros Edusoft YouTube channel. Today's session is exclusively for the upcoming doctors and engineers. Yeah, you guessed it right.
This is our 10 most important MCQ section of chemistry for our various entrance examinations. Let's get started. So dear students, കഴിഞ്ഞ ക്ലാസ്സിലത്തെ പോലെ കഴിഞ്ഞ സെഷനിലത്തെ പോലെ തന്നെ പുതിയ 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ബിഫോർ മൂവിങ് ടു അവർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ എൻട്രൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് കെമിസ്ട്രിയെ പറ്റി ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. കെമിസ്ട്രി എപ്പോഴും നമ്മൾ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. സോ കെമിസ്ട്രി എപ്പോഴും നമ്മൾ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഈ 3 പാർട്ടിൽ നിന്നും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു ആവറേജ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് യൂഷ്വലി ഒരു 14 ക്വസ്റ്റ്യൻസ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ്, ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്. ഇത് ചില സമയത്തൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുള്ള ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഫിസിക്കൽ കെമിസ്ട്രി ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓർഗാനിക് കെമിസ്ട്രി എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒന്നും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓൾമോസ്റ്റ് നിങ്ങളുടെ പഠിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു, നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ട സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമിൻ്റെ ആ ഒരു 3-4 ഡേയ്സ് മുന്നേ വരെ നിങ്ങൾ ത്രൂ ഔട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അത് നമ്മളുടെ എഫിഷ്യൻസി, ടൈം എഫിഷ്യൻസി, ഫണ്ടമെന്റൽസ് അറിവാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സഹായിക്കും. സോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാം. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സൊല്യൂഷൻസ് ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട, കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇതൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ഒരുപാട് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ദെൻ ഹൈഡ്രോ ആൽക്കെയ്ൻസ് ആൻഡ് ഹാലോ അറൈൻസ്. ഇത്രയും ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി. ലാസ്റ്റ് ഇയറിൽ അതായത് 2019 നീറ്റിൽ കോർഡിനേഷൻ കെമിസ്ട്രി ഒന്ന് ബാക്കിലേക്ക് പോയ ഒരു ഒരു ടോപ്പിക്, ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇത്തവണത്തെ നീറ്റിൽ എന്തായാലും കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള കിടിലം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഗൈസ് നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. കോർഡിനേഷൻ കെമിസ്ട്രി, കെമിക്കൽ ഇക്വിലിബ്രിയം, പി ബ്ലോക്ക് എലമെന്റ്സ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, റെഡോക്സ് റിയാക്ഷൻസ്. റെഡോക്സ് റിയാക്ഷൻസിൽ നിന്നും കൂടുതലും ബേസിക് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. NT ആണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. സോ NCERT സിലബസിൽ നിന്നും പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. സോ +1 +2 നന്നായിട്ട് പഠിച്ച ആർക്കും ഈസി ആയിട്ട് കെമിസ്ട്രി 130 എബോവ് മാർക്ക് സ്കോർ ചെയ്യാം, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ സ്റ്റുഡൻസ്, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും പഠിക്കാനല്ല പറഞ്ഞത്. ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ടൈം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുക. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് enzymes that utilize ATP in phosphate transfer require an alkaline earth metal M as the cofactor. M is, so ATP യൂട്ടിലൈസ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് ട്രാൻസ്ഫറിൽ ATP യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് NCERT സിലബസിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ S ബ്ലോക്കിൻ്റെയും ബയോമോളിക്യൂൾ ചാപ്റ്ററിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണിത്. വളരെ വൃത്തിയായിട്ട് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ദാറ്റ് നമുക്ക് വേണ്ടുന്ന എലമെന്റ് ഇവിടുത്തെ M എന്ന് പറയുന്നത് ഓപ്ഷൻ B മഗ്നീഷ്യമാണ്. ഇത് NCERTയിൽ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. our answer is option B. So next question is, considering a Lingam diagram, which of the following metals can be used to reduce alumina? അലൂമിനിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോളോവിങ്ങിൽ ഏത് എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മഗ്നീഷ്യം. ഐ വിൽ ടെൽ യു വൈ. നമ്മൾ എല്ലിംഗം ഡയഗ്രാം എടുക്കുമ്പോൾ എല്ലിംഗം ഡയഗ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ
ഈ എല്ലിംഗൻ ഡയഗ്രത്തിൽ മുകളിൽ വരുന്ന ആൾക്കാരെ താഴെ വരുന്നവർ റെഡ്യൂസ് ചെയ്യും. അതൊരു സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റിലേഷനാണ് ഞാൻ പറയുന്നത്. മുകളിൽ വരുന്നവരെ താഴെ വരുന്നവർ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്ത് വിടും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അലൂമിനിയാണ്. എല്ലിംഗൻ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിയാൽ അലൂമിന ഇവിടെയാണ് കിടക്കുന്നത് ഓൾമോസ്റ്റ്. എല്ലിംഗൻ ഡയഗ്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്ത് ഡൗട്ട് ഉള്ളവർക്ക് നോക്കാവുന്നതാണ്. ഈ കിടക്കുന്നത് നമ്മുടെ അലൂമിനയാണ്. അതിന് തൊട്ട് താഴെ വരുന്ന എലമെന്റ് Mg ആണ്. മഗ്നീഷ്യം അതിനെ തൊട്ട് താഴെ കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു എല്ലിംഗൻ ഡയഗ്രത്തിൽ താഴെ വരുന്നവർ മുകളിൽ വരുന്നവരെ റെഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. പ്രീവിയസ് സ്ലൈഡിൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, magnesium. Next question is, which of the following compounds can form a zwitter ion? വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. zwitter ion എന്താ? വാട്ട് ഈസ് zwitter ion? zwitter ion എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എങ്കിലും വരുന്നത്. അതിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സൈൻ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ചാർജ് നെഗറ്റീവും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ആ മോളിക്യൂളിന്റെ, ആ അയോണിന്റെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനത്തെ ഉള്ള അയോണിനെയാണ് നമ്മൾ zwitter ion എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. CH COOH NH2 CH2 CH3. ഇതാണ് നമ്മളുടെ ഗ്ലൈസിൻ. ഗ്ലൈസിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ഹൈഡ്രജനെ റിലീസ് ചെയ്യും. എന്നിട്ട് O- ആയിട്ടാണ് നിൽക്കുന്നത്. O- അയാണ് ഫോം ചെയ്യും. സോ ഇവിടുന്ന് റിലീസായ ഈ ഹൈഡ്രജൻ, അതായത് നമ്മുടെ ഓക്സിജൻ റിലീസ് ചെയ്ത് കളഞ്ഞ ഹൈഡ്രജൻ സിമ്പിളായിട്ട് ഈ NH2ലേക്ക് വന്ന് കമ്പൈൻ ചെയ്യും. ഇവിടെ നൈട്രജൻ്റെ ലോൺ പെയർ ഉണ്ട്, അവിടേക്ക് വന്ന് കമ്പൈൻ ചെയ്യും. അതായത് ഇത് NH3+ ആവും. ഇവിടുന്ന് റിലീസായ ഹൈഡ്രജൻ ഈ NH2ലേക്ക് വന്ന് കമ്പൈൻ ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന അയോൺ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന അയോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിയാൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെ? COO ഗ്രൂപ്പ് ഉണ്ട്, NH3 ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ zwitter ion ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നെക്സ്റ്റ് കണ്ടീഷൻ ഒന്ന് -സൈൻ ആയിരിക്കണം, ഒന്നിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കണം. സോ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗ്ലൈസീൻ ആയിരിക്കും. കാരണം ഗ്ലൈസീന് ഈസി ആയിട്ട് zwitter ion ഫോം ചെയ്യാൻ പറ്റും. അതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഏത് കോമ്പൗണ്ടിനാണ് zwitter ion ഫോം ചെയ്യാൻ പറ്റുന്നത്? Hope it is clear for you. Now our fourth question is the geometry and magnetic behavior of the complex NiCO4. നിക്കൽ ടെട്രാകാർബണേറ്റിന്റെ ജോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയറും. ഈ 10 ക്വസ്റ്റ്യൻസിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത്തവണ എക്സ്പെക്ട് ചെയ്യാം. നല്ല നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ അത്രയൊന്നും ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് കൂടി അത്രയൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല. സോ ഇവിടെ നിക്കൽ ടെട്രാ കാർബണേറ്റിൽ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ജോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയറും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനാദ്യം നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 28 ആണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ AR വരെ നമ്മളുടെ 18 കംപ്ലീറ്റ് ആയി. 3D8 4s2 ഇതാണ് നമ്മൾക്ക് നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് അറിയാൻ നമ്മളുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് CO ആണ്. CO ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ CO വരുമ്പോൾ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആവും. സോ 3D8ലേക്ക് 4sന്റെ പെയർഡ് ആയിട്ടുള്ള ഈ 2 ഇലക്ട്രോൺസിനെ
CO പുഷ് ചെയ്ത് 3D10 ആവും. പെയറിംഗ് നടന്ന് 3D10 ആവും. സോ CO സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് പെയറിംഗ് നടന്ന് നമ്മുടെ കയ്യിൽ ഫൈനലി ഉള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D10 ആണ്. സോ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവുന്നത് നോർമലി +2 ആണ്. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവുന്നത് നമ്മുടെ ലിഗാൻഡ് തിയറിയുടെ ഒക്കെ ബേസിസിലാണ്. ലിഗാൻഡ് തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ലിഗാൻഡ് തിയറിയുടെ ബേസിസിൽ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഇലക്ട്രോൺ പുഷിംഗ് നടന്ന് പെയറിംഗ് നടന്ന് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആവും. സോ നമ്മൾ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മളുടെ കയ്യിലുള്ളത് 3D10 4s ആണ്. 3D10 4s 0 കോൺഫിഗറേഷനിലാണ് നമ്മുടെ നിക്കൽ ഇരിക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ വേക്കൻ്റ് ആയിട്ട് 4s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ കയ്യിൽ ജോയിൻ ചെയ്യാനായിട്ട് 4 ലിഗാൻസ് റെഡി ആയതുണ്ട്. സോ നമ്മളുടെ കയ്യിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. നമുക്ക് 3 ഓർബിറ്റൽ കൂടി വേണം. സോ നമ്മൾ 4pയിലെ 3 ഓർബിറ്റൽ കൂടി നമ്മൾ എടുക്കും. സോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു S ഓർബിറ്റൽ ഉണ്ട്, 3 p ഓർബിറ്റൽസ് ഉണ്ട്. സോ നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ, അത് ടെട്രാഹിഡ്രൽ ആണ്. സോ നമ്മളുടെ സ്ട്രക്ചർ ടെട്രാഹിഡ്രൽ ആണ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ആകെ 2 ഓപ്ഷനിലെ ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ പോസിബിൾ ആയിട്ടുണ്ട്. സോ നമ്മളുടെ ആൻസർ ഒന്നുകിൽ A അല്ലെങ്കിൽ D. Isn't it? ഇനി മാഗ്നറ്റിക് ബിഹേവിയർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്ട്രോങ് ലിഗാൻഡ് വന്നു, ഇലക്ട്രോണിനെ പുഷ് ചെയ്തു, പെയർ ചെയ്തു. ഇലക്ട്രോണിനെ പെയർ ചെയ്തത് കൊണ്ട് എല്ലാ ഇലക്ട്രോൺസും പെയർഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. സോ നമ്മളുടേത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മളുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ നമ്മളുടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D, tetrahedral and diamagnetic in nature. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലീസ് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ നമ്മുടെ 5th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്? അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതിലാണ് അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്? അതിനാദ്യം അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ? അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് മീൻസ് RCONH2 ആണ്. സോ അമൈഡ് ഗ്രൂപ്പ് അമൈഡ് ഗ്രൂപ്പ് RCONH2 ആണ്. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. നമ്മുടെ ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് RCONH2 ഗ്രൂപ്പ് ഉള്ളത് എന്ന് നോക്കാം. ക്ലിയർ ആണ്. ഇവിടെ C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ NH2 ഉണ്ട്, ആ കാർബണിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഒബ്വിയസ്ലി B ആണ് നമ്മളുടെ ആൻസർ. വേറെ ഒന്നുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ഇവിടെ ഒരു NH2 ഉണ്ട്, പക്ഷെ ഇതൊരു ആസിഡ് ഗ്രൂപ്പ് ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ റിവൈസ് ചെയ്ത സെയിം സാധനമാണ് ഇത്. ഏതാണ്? ഗ്ലൈസീൻ ആണിത്. ഇതുമായിട്ട് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. അമൈഡ് ഗ്രൂപ്പ് ഏതാണെന്ന് തറവായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് അമൈഡ് ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ അമൈഡ് ഗ്രൂപ്പ് RCONH2. ഇത് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ B ആണ്. സോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ B ആണ്. വളരെ നല്ല 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഈ സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. തറവായിട്ട് വേറെയും ഈ ടൈപ്പോ ഈ ട്രെൻഡിലുള്ളതോ ഈ ചാപ്റ്ററിലുള്ളതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തത്. എല്ലാവരും ഇതുപോലത്തെ ടൈപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ വരുന്ന വേറെ പ്രോബ്ലംസ് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പ്രോബ്ലംസ് റിവൈസ് ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്ത സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID യിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.